അസ്സാം വലൈക്കും വറഹമത്തുള്ള. സുഹൃത്തുക്കളെ, നമ്മൾ സംവാദം ഏകദേശം കയ്യാറായി. ചോദ്യത്തിനും ഉത്തരങ്ങളൊക്കെ കയ്യാറായല്ലോ. അപ്പൊ എൻ്റെ ഒരു സംശയം, എൻ്റെ ചോദ്യം, മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം ചോദിക്കാം എന്നതിന് തെളിവായി നൗഫൽ സഖാഫി ഉസ്താദ് കൊണ്ടുവന്ന അബൂ സാലിഹ് സമ്മാനിലൂടെ മാലിക്കുദ്ദാറിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ സംഭവം പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് ആരെങ്കിലും ദുർബലമാണെന്നോ സ്വീകരിക്കാൻ കൊള്ളാത്തതാണെന്നോ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് മൗലവി. പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ ചോദിക്കേണ്ടത് കേട്ടോ. നിങ്ങളെ പ്രസംഗമല്ല, നിങ്ങളെ കണ്ടെത്തലുമല്ല, നിങ്ങളെ ജിത്തിഹാദല്ല ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ആ സംഭവം ഹാദാ ലഈഫുൻ, ഹാദാ മുർസലുൻ എന്നിങ്ങനെ ആരെങ്കിലും പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് തെളിവ് അവരുടെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് ആ തെളിവ് ഹാജരാക്കുക. റിപ്പോർട്ടറായ മാലിക്കുദ്ദാറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ന്യൂനതകൾ മസ്തൂറുൽ ഹാൽ, മജ്ഹൂലുൽ ഹാൽ എന്നിങ്ങനെ ആധികാരിക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു മറുപടി നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാ. നമ്മുടെ ഈ സംവാദ ചർച്ചയിലെ രണ്ടാമത്തെ ചോദ്യം ബാവ സലീം സാഹിബിൻ്റെതാണ്. വളരെ സങ്കടകരമായ വസ്തുത, തർക്ക വിഷയത്തിൻ്റെ മർമ്മത്തിൽ തങ്ങളുടെ വാദം തെളിയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ചോദ്യം ഉന്നയിക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. നമ്മുടെ വിഷയം എന്താ? അള്ളാഹുവെ രക്ഷിക്കണേ, നരകമോചനം തരണേ, പാപമോചനം തരണേ, സ്വർഗം തരണേ എന്നിങ്ങനെ റബ്ബിനോട് നാം തേടുന്ന ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് തരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ, മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ അമ്പിയ ഔലിയാക്കളോട് തേടാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ വിഷയത്തിലേക്ക് ഇവരുടെ ചർച്ചയിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന്, ഇസ്ലാമിലൊരു അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ വ്യക്തമായ പ്രമാണം വേണം. ഖുർആനിൽ വേണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ വേണം. അത് രണ്ടും അവർ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ മുസ്ലിയാർ പതിവായി സമസ്തക്കാർ കൊണ്ടുവരുന്ന ഒരു കള്ളക്കഥ, ഇസ്തസ്ഖി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. അത് സ്വഹീഹാണെന്ന് തെളിയിക്കാൻ സംവാദത്തിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല, ദീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് പഠിപ്പിച്ച് ക്ലിയറാക്കുന്ന ഒരു കാര്യമാണ്. അഖീദയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമസ്തയുടെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു കഥയൊന്നും എവിടുന്നെങ്കിലും കൊണ്ടുവന്നാൽ പോരാ. സലഫികളെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഏത് ഹദീസും, അത് മുത്തവാത്തിറാണെങ്കിലും ആഹാദാണെങ്കിലും ഒക്കെ അവർക്ക് തെളിവാണ്. എന്നാൽ സമസ്തക്കാർ അശ്അരികളാണല്ലോ. അശ്അരിയാക്കൾ പറയുന്നത് അഖീദയിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് വേണമെന്നാണ്. അപ്പോൾ മുത്തവാത്തിറായ ഒരു ഹദീസ് ഉണ്ടെങ്കിലേ സ്ഥിരപ്പെടൂ എന്ന ഒരു സംഗതിയിൽ അവർക്ക് ഖുർആൻ കൊണ്ടുവരാനില്ല, സ്വഹീഹായ മുത്തവാത്തിറായ ഹദീസ് കൊണ്ടുവരാനില്ല, ആഹാദായ ഹദീസ് കൊണ്ടുവരാനില്ല, ലഈഫായ ഹദീസ് പോലും കൊണ്ടുവരാനില്ല. ഒരു ഹിക്കായത്താണ്, പിൽക്കാലത്ത് ഏതോ ഒരു കാട്ടറബി ചെയ്തു കൂട്ടിയ ഒരു പ്രവർത്തനം. ഇനി ആ പ്രവർത്തനത്തിൽ തന്നെ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ അദ്ദേഹം വരുന്നു. അപ്പോൾ ഖബറിൻ്റെ അരികിൽ വെച്ച് ദുആ ചെയ്താൽ അത് പ്രത്യേകം ബറക്കത്തുള്ളതാണ് എന്ന ധാരണയിലാണ് ചോദ്യം. മനസ്സിലായില്ലേ? അത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇതിൽ നേരിട്ട് മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ നബിയെ ഞങ്ങൾക്ക് മഴ തരണേ, നബിയെ ഞങ്ങളുടെ പാപം പൊറുക്കണേ, നബിയെ ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നതിന് തുല്യമായ യാതൊന്നുമില്ല. ഇത് സ്വഹീഹാണെങ്കിൽ പോലും സലഫികളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ ഇല്ല. എന്നിട്ട് അത് സ്ഥിരപ്പെടുത്താൻ കഴിയുമോ നോക്കുകയാണ്. അബൂജഹലിൻ്റെ വിശ്വാസത്തെ വെള്ളപൂശാൻ ഈ റിപ്പോർട്ടിന് അവർക്കൊരു ദുർവ്യാഖ്യാനമുണ്ട്. അതായത് എവിടുന്ന് എങ്ങനെ ഏത് ഭാഷയിൽ വിളിച്ചാലും മുഹമ്മദ് നബി കേൾക്കും, ഉത്തരം ചെയ്യും. ആ നിലക്കാണ് വിളിച്ചത്. എവിടുന്ന് കേൾക്കെങ്കിൽ പിന്നെ ഖബറിൻ്റെ അടുത്തേക്കാൾ ഓടി വന്ന് കമിഴ്ന്ന് വീണം എന്തിനാ? അയാളെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോരെ? ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ എത്രായിരം ആളുകൾ വിളിച്ചാലും എല്ലാം കേൾക്കുക എന്ന ഒരു സിഫത്ത് റബ്ബിന് മാത്രമുള്ളതാണ്. എന്നാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ട്. പക്ഷെ റബ്ബ് കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം റബ്ബ് കണ്ണിന് ദിവ്യശക്തി പകരും, കാതിന് ദിവ്യശക്തി പകരും എന്ന അബൂജഹലിൻ്റെ വിശ്വാസമാണല്ലോ ഫൈലിമാരും സഖാഫിമാരും ബാക്കവിമാരും ഒക്കെ സമസ്ത ആലയത്തിൽ നിന്ന് വച്ചു പുലർത്തുന്നത്.
അപ്പൊ റബ്ബ് കേൾക്കുന്നത് പോലെ കേൾക്കും, റബ്ബ് കാണുന്നത് പോലെ കാണും എന്ന് വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുർവ്യാഖ്യാനാണ്. ആ വിശ്വാസമുള്ളവരല്ല ഈ കഥയൊക്കെ റിപ്പോർട്ട് ചെയ്ത്. ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്നുള്ളത് ചില സന്ദർഭങ്ങളാൽ പല കിതാബുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതിൽ അപ്പുറത്ത് ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടില്ല, അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത് കൊണ്ടുവന്ന ആളുകൾ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കഥയുടെയും അവസാനത്തിൻ്റെ വൽഹാസിൽ എന്താണെന്നറിയാമോ? ഈ കഥയുടെ അവസാനത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ജീവിച്ചിരിപ്പുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമാക്കി നിസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം, ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഴയ്ക്കു വേണ്ടി റബ്ബിനോട് തേടുക എന്ന പ്രവർത്തനമല്ലാതെ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അരികിലേക്ക് ചെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ മഴ തരണേ എന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ മഴ തരാൻ വേണ്ടി മുഹമ്മദ് നബിയോട് ആവശ്യപ്പെടാൻ വേണ്ടി സ്വഹാബികളെ പറഞ്ഞയക്കുകയോ ഒന്നും ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്വഹാബികൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ഒന്നാമത് ഈ റിപ്പോർട്ട് ശരിയല്ല. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ കണ്ടാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലുമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതി പുലർത്തുന്നവനല്ല എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഏതോ കടുത്ത ശിഴ ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം താങ്കൾ നീതി പാലിക്കുന്നില്ല എന്ന് ഈ ഇതിലൊരു കിനാവിൻ്റെ കഥയുണ്ട്. ആ കിനാവിൽ കണ്ട ആൾ പറയുന്നുണ്ട്, ഉമർ ഖത്താബെ നിങ്ങൾ നീതി പാലിക്കുന്നില്ല, അതുകൊണ്ടാണ് മഴയൊക്കെ കിട്ടാതെ പോകുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന വരികൾ ഇതിലുണ്ട്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ 3 ഖലീഫമാരെ ആക്ഷേപിക്കുക എന്നുള്ളത് ഷിയാക്കളുടെ ദീനാണ്. ഷിയാ മതത്തിലാണ് നമ്മുടെ സമസ്തക്കാരുള്ളത്. ഷിയായിസം പ്രചരിപ്പിക്കാനും ഷിയായിസത്തിന്റെ ആശയങ്ങൾ അഹ്ലുസുന്നയുടേതാണ് എന്ന മുഖംമൂടി ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുമാണ് സമസ്ത ഉണ്ടായിട്ടുള്ളത്, ബറേൽവികൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ സ്വഹാബികളെ കുറിച്ച് അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കും പ്രചരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന ഒരു വാക്യമാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നടക്കുന്ന ചർച്ചകൾ തിരിച്ചറിയാൻ ചില ഗ്രന്ഥങ്ങളിൽ ഇത് കൊണ്ടുവരും എന്നതിലപ്പുറത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മനമ്പത്തടിഞ്ഞ് ബീവിയെ സഹായിക്കണേ, കുപ്പസ്വാമി ഓച്ചുറപ്പാപ്പ കാക്കണേ എന്നിങ്ങനെയൊക്കെ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുആക്ക് ഇതിൽ നിന്ന് എവിടെ തെളിവ് കിട്ടും? അപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതിയുടെ പിറകിലാണല്ലോ ഇവന്മാർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സങ്കടമാണ്. ഈ റമദാൻ മാസത്തിൽ ശൈത്താന്മാരെ ചങ്ങലക്കിടുന്ന സമയത്തെങ്കിലും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ഈ മാസത്തിലെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൂടെ? ഞാൻ എത്രയോ തവണ പറഞ്ഞു, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊരുത്തം പറഞ്ഞാൽ അവൻ പെരുന്നുണയനാണ്, കദ്ദാബാണ്, ശൈത്താനാണ്. ഒരു മുഅ്മിൻ അത് പറയില്ല. അബ്ദുൽ ഖാദർ ജീലാനിയെ പോലുള്ള ഒരാളുടെ പേരിലേക്ക് അത് ചേർക്കപ്പെട്ടതും ചാർത്തപ്പെട്ടതുമാണ്. അതൊരിക്കലും ഇല്ല. മനസ്സിലായില്ല? കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറയേണ്ട ആവശ്യമില്ല, അൻകദി നഫ്സക്ക് മിനന്നാർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നഫ്സി നഫ്സി അല്ലല്ലോ, ഔലിയാക്കളുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ. എന്നാൽ പരലോകത്താരുമില്ല. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യൂഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. ഒരു നഫ്സ് മറ്റൊരു നഫ്സിന് വേണ്ടി യാതൊരു പ്രയോജനവും ചെയ്യാത്തൊരു ദിവസം, ഒരാളുടെയും ശഫാഅത്ത് സ്വീകരിക്കപ്പെടാത്ത ദിവസം. ഇത് കാഫിറുകൾക്കല്ല, ഒരാളുടെയും ശഫാഅത്ത് കിട്ടാത്ത ഒരു ദിവസം. അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഖുർആൻ പറയാം, ആരാലും സഹായം കിട്ടാത്ത ദിവസം. മുസ്ലിയാക്കന്മാർ ഈ ആയത്തിന് നേരെ ഓപ്പോസിറ്റാണ്. എല്ലാവർക്കും സഹായം കിട്ടും, നിങ്ങളൊരു ശേഖന്റെ മുരീദായാൽ മതി, അല്ലെങ്കിൽ മുഹമ്മദ് നബിയോട് വിളിച്ച് തേടിയാൽ മതി, നിങ്ങൾക്ക് സഹായം കിട്ടിക്കൊള്ളും. മുഹമ്മദ് നബി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യാൻ നബിക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുക വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തുണ്ട്, അത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ദുനിയാവിലെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത് ഒരിക്കലുമില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലോ അള്ളാഹു പറയും, ഇന്ന ആളുകൾക്ക് വേണ്ടി നീ ശഫാഅത്ത് ചെയ്തോളൂ. അവർക്ക് വേണ്ടി അല്ലാതെ താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് അൻഖിദു അൻഫുസകും മിനന്നാർ വലാ അംലികു ലക്കും ലറൻ വലാ നഫ്അ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കെ പിന്നെയും വന്നിട്ട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നതിൽ എന്താ പൊരുൾ? അപ്പോൾ ഇസ്തസ്കയിലൊന്നുമില്ല. ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് നബിയെ മഴയ്ക്കു വേണ്ടി തേടണമെന്ന് പറയാൻ അത് നബി കേൾക്കുമെന്ന വിശ്വാസത്തിലാണ് എന്ന് യാതൊരു ഉറപ്പുമില്ല. നേരെ മറിച്ച് നബിയുടെ ഖബറിൻ്റെ അരികിൽ വെച്ച് തേടുമ്പോൾ അള്ളാഹു അത് പ്രത്യേകം പരിഗണിച്ചേക്കും എന്ന ചിന്തയിൽ അറബികൾ ഉപയോഗിക്കുന്ന ചില ശൈലി അവിടെ ഏതോ ഒരു കാട്ടറബി വന്ന് ഉപയോഗിച്ചു എന്നല്ല, അത് സ്വഹാബിയാണ് എന്ന് ധരിപ്പിക്കാൻ എന്തൊക്കെയാണ്. എന്നിട്ടും കിനാവിൻ്റെ കഥയാണ്. കിനാവ് ഇസ്ലാമിൽ തെളിവാണോ? നിങ്ങൾക്ക് തെളിവാകണമെങ്കിൽ മുത്തവാത്തറായ ഹദീസ് വേണം. ഇത് ആഹാദായ ഹദീസ് പോലുമല്ല, ലൈഫായ ഹദീസ് പോലുമല്ല, അതിനേക്കാൾ മോശമായതാണ്, മുൻകറാണ്. മാത്രവുമല്ല ഇത് കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഒരിക്കലും തെളിയിക്കാൻ സാധിക്കാത്തൊരു സംഗതിയാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഒരു സ്വപ്നം.
സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പ്രവർത്തനമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. സ്വപ്നം എന്നുള്ളത് ഇസ്ലാമിൽ ഇവിടെ തെളിവാകും. സ്വപ്നം ആരുടെയെങ്കിലും സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാതെ, നബിയുടെ സ്വപ്നമല്ലാതെ മറ്റാരുടെയെങ്കിലും സ്വപ്നം, ആ സ്വപ്നത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാമിൽ ഒരു വിഷയത്തിൽ തെളിവാക്കാൻ പറ്റില്ല. പിന്നെ അല്ലേ അഖീദ, അബൂജഹലിൻ്റെ തുല്യമായ വിശ്വാസം ഇവിടെ കൊണ്ടുവരാൻ എന്തായാലും അത് തെളിവാക്കാൻ പറ്റുകയില്ലല്ലോ. ഇതൊന്ന് തിരിച്ചറിയാൻ എന്നാണ് അള്ളാഹു ഇവർക്ക് സാധിക്കുക? നീ ഹൃദയം വിശാലമാക്കി കൊടുക്കുകയും ഹിദായത്ത് നൽകുകയും ചെയ്യണമേ എന്നാണ് നമുക്ക് ദുആ ചെയ്യാം. ഇനി നമ്മുടെ ചോദ്യകർത്താവ് ഉന്നയിക്കുന്ന വിഷയം എന്താണ്? അബൂ സ്വാലിഹ് സമ്മാനിലൂടെ മാലിക് ദാറിന് തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ സംഭവം പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ആരെങ്കിലും ദുർബലമാണെന്നോ സ്വീകരിക്കാൻ കൊള്ളാത്തതാണെന്നോ പറഞ്ഞിട്ടുണ്ടോ? നേരെ തിരിച്ചാണ് മുസ്ലിയാരെ. ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകൾ തന്നെ സ്വാലിഹ് സമ്മാൻ വരെ ഇതിൻ്റെ സ്വഹീഹായ സനദോടു കൂടിയാണ് വന്നത്. പൂർണ്ണമായി ഇതിൻ്റെ സനദ് പോലും സ്വഹീഹാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഇതിൻ്റെ സനദ് സ്വഹീഹാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ഭാഗം സ്വഹീഹാണെന്നേ വരികയുള്ളൂ എന്നുള്ളത് ഇവിടെ നേരത്തെ സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. കാരണം സ്വാലിഹ് സമ്മാൻ മാലിക്കുദ്ദാറിനെ കണ്ടതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസുകൾ മനസ്സിലാക്കണമെങ്കിൽ പരമ്പരയിലുള്ളവർ പരസ്പരം കണ്ടതായി സ്ഥിരപ്പെടണം. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള 5 നിബന്ധനകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകൾ മുഹദ്ദിസുകളൊക്കെ, ഉസൂൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു ചേർത്തു. എന്താണ്? ഇവിടെ ഞാൻ മുഖദ്ദിമ ഇബ്നു സലാഹിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്. മുഖദ്ദിമ ഇബ്നു സലാഹിൽ എന്താ പറഞ്ഞത്? ഏതാണ് സ്വഹീഹായ ഹദീസ്? എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് എപ്പോഴാണ് നമുക്ക് ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്നുള്ളത്. 5 ഷർത്തുകൾ അതിൽ ഒത്തു വരണം. 5 ഷർത്തുകൾ ഒത്തു വന്നാലാണ് ഒരു ഹദീസ് സ്വഹീഹായിട്ട് വരിക. എന്താ 5 ഷർത്ത്? മുഖദ്ദിമ ഇബ്നു സലാഹിൽ ഞാനതും നേരത്തെ കേൾപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മൽ ഹദീസു സ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ്. മുസ്നദായ സനദുകൾ മുഴുവൻ ചേർന്ന് വന്ന ഒരു ഹദീസ് മാത്രമേ സ്വഹീഹാവുകയുള്ളൂ. അതാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സനദ് ചേർന്ന് വരണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. അല്ലദീ യത്തസിലു ഇസ്നാദുഹു. അതിൻ്റെ സനദ് കണ്ണിമുറിയാതെ വരണം. മനസ്സിലായില്ലേ? അത് എങ്ങനെ കണ്ണിമുറിയാതെ വരണം? സനദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന പരമ്പരയിൽ ഓരോരുത്തരും പരസ്പരം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളുകളായിരിക്കണം. അതുകൊണ്ട് ഇനി അതിന് വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? ബിനഖലിൽ അദിലിൽ ലാബിത്ത്. മനസ്സിലായില്ലേ? അനിൽ അദിലിൽ ലാബിത്ത്, ബിനഖലിൽ അദിലിൽ ലാബിത്ത്. ഒരു ആദിലായ, നീതിമാനായ, ലബത്തുള്ള, കൃത്യമായ വിഷയങ്ങൾ സംസാരിക്കുന്ന അദിൽ, ലബത്ത് എന്നീ 2 ഗുണങ്ങളുള്ള ആളുകളായിരിക്കണം പരമ്പരയിലെ ഓരോരുത്തരും. അതേ ഗുണങ്ങളുള്ളവരിൽ നിന്നായിരിക്കണം അവരത് ഉദ്ധരിച്ചതും. അനിൽ അദിലിൽ ലാബിത്ത്. അപ്പം അതിലും ലബുത്തുമുള്ള ആളുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കണ്ണിമുറിയാതെ ചേർക്കപ്പെടുന്നതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾക്കൊരു സ്വഹീഹായ ഹദീസായിട്ട് പരിഗണിക്കാൻ പറ്റുക. അപ്പോൾ ബിനഖലിൽ അദിലിൽ ലാബിത്ത് അനിൽ അദിലിൽ ആബിത്തി, അനിൽ അദിലിൽ ലാബിത്തി. അപ്പം അതിലായിട്ടുള്ള, ലാബിത്തായിട്ടുള്ള, നീതിമാനായിട്ടുള്ള, കൃത്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളിൽ നിന്ന് നീതിമാനായ, കൃത്യമായ വിഷയം അവതരിപ്പിക്കുന്ന, അതിലെന്തെങ്കിലും ഒരു വെള്ളം ചേർക്കൽ വരാത്ത വിധം അവതരിപ്പിക്കുന്ന യോഗ്യതയുള്ള ആളുകൾ സനദ് മുറിയാതെ വരുന്ന ഹദീസിനാണ് സ്വഹീഹ് എന്ന് പറയാം. അത് മാത്രം പോരാ, പിന്നെന്ത് വേണം? വലാ യകൂനു ഷാദൻ വലാ മുഅല്ലലൻ. വലാ യകൂനു ഷാദൻ വലാ മുഅല്ലലൻ. അത് ഷാദാകാനും പാടില്ല, മുഅല്ലലാകാനും പാടില്ല. ശുദൂദ് എന്ന ഒറ്റപ്പെട്ടതാകാൻ പാടില്ല. സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകൾക്ക് എതിരായ റിപ്പോർട്ടാകുമ്പോൾ അത് മത്തിനിൻ്റെ ന്യൂനതയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞ 3 സനദിൻ്റെ ന്യൂനതകൾ എന്താണ് എന്നുള്ളതാണ്. മത്തിൻ്റെ ന്യൂനതകൾ പറയുന്നത് ഷാദാകാൻ പാടില്ല, അതേപോലെ ശുദൂദ് അതിലുണ്ടാകാൻ പാടില്ല, ഇല്ലത്തുണ്ടാകാൻ പാടില്ല. എന്നാൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒത്തുവരേണ്ടതിൽ 3 കാര്യങ്ങളും ഇതിൽ തകരാറ്. യഥാർത്ഥത്തിൽ 5 കാര്യവും പ്രശ്നമുള്ള റിപ്പോർട്ടാണ് മുസ്ലിയാർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ 3 കാര്യങ്ങൾ പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞു. മനസ്സിലായില്ലേ? 1, ഇതിൻ്റെ പരമ്പര ചേർന്നിട്ടില്ല. അർസലൂഹു വൽ ബാഖൂന അർസലൂഹു. ഇമാം ഖലീലിയെ ഞാൻ പലതവണ ഉദ്ധരിച്ചു. മുസ്ലിയാർ ദുർവ്യാഖ്യാനം ചെയ്തു, അർത്ഥം കോട്ടിമാട്ടി. അതൊക്കെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെ സാലിഹ് സമ്മാൻ മാലിക് ദാറിനെ കണ്ടു എന്നുള്ളതൊരു ഖീല മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ മുഹദ്ദിസുകളും ഇത് മുർസലാണ് എന്ന് വ്യക്തമാക്കി. അപ്പോൾ ആ ഖീലേ ഉള്ളൂ, അത് ശരിയല്ല എന്ന് തെളിയിച്ചത്. മൂപ്പര് പറയാം മുർസലാണെന്നുള്ളത് ഖീലയാണ്. അത് മുസ്ലിയാരുടെ ദുർവ്യാഖ്യാനമാണ്.
ഭാഷ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ മനഃപൂർവ്വം അബൂജഹലിന്റെ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ്. ഈ റമദാൻ മാസത്തിലും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് സഖാഫി ഇമാം ഖലീലിയെ ഇവിടെ ദുർവ്യാഖ്യാനിച്ചത്. എന്നിട്ട് എന്നോട് പറയാണ് ഞാനാണ് ഇവിടെ ഇമാമുകളെ ദുർവ്യാഖ്യാനിക്കുന്നത്. എത്ര തവണ ഇമാമുകൾ ഇവിടെ ദുർവ്യാഖ്യാനിച്ചു? ചോദ്യം ചോദിക്കാൻ വരുന്നവരും ദുർവ്യാഖ്യാനിക്കുക തന്നെയാണ്. മുസ്ലിയാക്കന്മാർ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഇമാം ഖലീലി റഹ്മത്തുള്ളാഹി ഇത് മുർസൽ ഇത്തിസാലു സനദില്ല, ഇത് മുർസലാണ് എന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് മുർസലാണ്, അതിൻ്റെ കാരണവും പറഞ്ഞു. മൂപ്പര് വിചാരിച്ചത് ഓരോ ഹദീസും എടുത്തിട്ട് ഹദീസിന് ശേഷം ഈ ഹദീസിന് സ്വഹീഹ് എന്ന് പറഞ്ഞാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഹദീസ് സ്വഹീഹാണ് എന്നുള്ളതിന് ഈ 5 ഷർത്തുകൾ ഒത്തു വന്നാൽ മതി. സ്വഹീഹ് എന്ന് പറയണമെന്നില്ല. ഈ ഒപ്പിച്ച് നിങ്ങൾ കാണിക്കണം. സ്വാലിഹ് സമ്മാൻ മാലിക്കുദ്ദാറിനെ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കണം, ഒന്ന്. രണ്ടാമത്, മാലിക്കുദ്ദാർ ഹദീസ് നിവേദനത്തിൽ അറിയപ്പെട്ട ആളാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അതും സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിലും ലബുത്തും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അതിലായ ഒരു മനുഷ്യനാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണോ? അല്ല. മസ്തൂറുൽ ഹാലാണ്, അത് അറിഞ്ഞൂടാ. അയാളുടെ ഹാൽ അറിയില്ല. അയാൾ ആദിലാണോ ലാബിത്താണോ എന്ന് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതല്ല. ഇബ്നു കസീറിന്റെ തഫ്സീർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അതിൽ മൂസബിനു ജുബൈർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് സംസാരിക്കുന്നത് കാണാം. സുലൈം ഗോത്രക്കാരൻ. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ പേര് പറയുന്നിടത്ത് ഇബ്നു കസീർ പറയാണ് വദക്കറഹു ഇബ്നു അബി ഹാത്തിം. ഉസൂൽ ഹദീസിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്നു അബി ഹാത്തിം, പൂർവികനാണ്. അദ്ദേഹം ഈ മൂസബിന് ജുബൈറിന്റെ പേര് പരാമർശിച്ചു ഫി കിതാബിൽ ജർഹ് വതഅദീൽ. ജർഹ് തഅദീലിലെ കിതാബിൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇബ്നു അബി ഹാത്തിമിൻ്റെത്. ആ കിതാബിൽ മൂസബിന് ജുബൈറിന്റെ പേര് പരാമർശിച്ചു. എന്നിട്ട് ഇബ്നു കസീർ പറയാണ് വലം യഹ്കി ഫീഹി ഷൈഅൻ. മൂസബിന് ജുബൈറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആദിലാണെന്നോ ലാബിത്താണെന്നോ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ പറയാതിരുന്നാൽ, മനസ്സിലായില്ലേ, മിൻ ഹാദ വലഹാദ ഫഹുവ മസ്തൂറുൽ ഹാൽ. അവൻ ആ വശത്തും ഈ വശത്തും ഒക്കെ അവൻ്റെ യോഗ്യതകൾ പറയാൻ കഴിയാത്തത് കൊണ്ട് മസ്തൂറുൽ ഹാലാണ്. ഇത് ആർക്കും ബാധകമാണ്. ഈ മാലിക്കുദ്ദാറിന് ബാധകമാണ്. എന്താ കാരണം? മാലിക്കുദ്ദാറിനെ സംബന്ധിച്ചും ഇതേ ഇബ്നു അബി ഹാത്തിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം മാലിക്കുദ്ദാറിനെ ഉദ്ധരിച്ചപ്പോൾ യാതൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ മുസ്ലിയാർ ഇവിടെ കാണിക്കേണ്ട, അതിനൊക്കെയുള്ള അവസരം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞതാണല്ലോ. ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് മാലിക്കുദ്ദാർ യോഗ്യനല്ല. അപ്പം ഒരു ഹദീസ് ലഈഫാകാൻ ഞാൻ പറഞ്ഞ 5 കാരണങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഉപചോദ്യം ചോദിക്കുമ്പോൾ പറയാം. ആ 5 കാരണങ്ങളിൽ മിസ്റ്റേക്ക് പറ്റിയാലും ഹദീസ് സ്വഹീഹാകുമെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ പറയുക. ഒന്ന്, ഇമാം ഖലീലിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് സനദ് ശരിയല്ല എന്ന് പറഞ്ഞു. അത് ക്ലിയർ അല്ല എന്ന് ഞാൻ വ്യക്തമായി ബോധ്യപ്പെടുത്തി. അതോടുകൂടി ഹദീസ് ലഈഫ്, ഇതിൻ്റെ മത്തിന് ലഈഫാണ്, ഇതിൻ്റെ സനദ് ലഈഫാണ് എന്ന് പറയുന്നതിന് തുല്യമാണത്. അതേ പ്രകാരം തന്നെ രണ്ടാമതുണ്ടായിരിക്കേണ്ട യോഗ്യത, ഇതിലുള്ള ഓരോരുത്തരും ആദിലും ലാബിത്തുമായിരിക്കണം. എന്നാൽ മാലിക്കുദ്ദാർ ഹദീസ് നിവേദനത്തിൻ്റെ കാര്യത്തിൽ ആദിലാണോ ലാബിത്താണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. മസ്തൂറുൽ ഹാലാണ്. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല. ഇബ്നു അബി ഹാത്തിമിൻ്റെ ഉസൂൽ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചു. ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിൻ്റെ ജർഹു തഅദീലിൻ്റെ 8ാം വോള്യം 213 പേജിൽ മാലിക്കുദ്ദാറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം ഇദ്ദേഹത്തിൻ്റെ യോഗ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിയാർ കാണിക്കണം. എന്നാൽ ലബുത്തോ അദാലത്തോ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഹുക്മു മസ്തൂറുൽ ഹാൽ എന്നാണ് എന്ന് ഇമാം ഇബ്നു കസീർ എഴുതിയത് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു, നിങ്ങളെ കാണിച്ചു, നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലായി? ഇത് കൂടാതെ സമസ്തക്കാർക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഷാഫി മദ്ഹബിലെ പ്രഗത്ഭർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹാഫിൽ ഹൈസമി അദ്ദേഹം പറയും, ഇമാം ഹൈസമി പറയുന്നത് വമാലിക്കുദ്ദാർ ലം ആരിഫുഹു. മാലിക്കുദ്ദാറിനെ എനിക്ക് അറിഞ്ഞുകൂടാ. മുസ്ലിയാർ പറയാം മൂപ്പർക്ക് അറിയില്ല എന്നേ അർത്ഥമുള്ളൂ. അത് നിങ്ങളുടെ കണ്ടെത്തലാണ്. നിങ്ങൾക്ക് ലാ ആരിഫുഹു എന്ന് അതേ സംഖ്യത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോഗം അറിയാത്തതുകൊണ്ടാണ്. അതായത് അവരെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും അവരുടെ ഒരു യോഗ്യത ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്ന്. അങ്ങനെ യോഗ്യത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ദുർവ്യാഖ്യാനത്തിന് അർത്ഥം പറയാൻ പറ്റില്ല. ഹാഫിൽ മുൻദിരിയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ മാലിക്കുദ്ദാർ ലാ ആരിഫുഹു. മാലിക്കുദ്ദാർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് തർഗീബ് വ തർഹീബിൽ ഹാഫിൽ മുൻദിരി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹൈസമി മജ്മഉ സവായിദിലും പറഞ്ഞിട്ടുണ്ട് വ മാലിക്കുദ്ദാർ ലം ആരിഫ്ഹു. ഞാൻ അവനെ അറിഞ്ഞിട്ടില്ല എന്ന് മാലിക്കുദ്ദാറിനെ കുറിച്ച്. ഇങ്ങനെയാണ് മുഹദ്ദിസുകളൊക്കെ പറഞ്ഞത്. ഇബ്നു അബി ഹാത്തിം ആകട്ടെ മാലിക്കുദ്ദാറിനെ ഉദ്ധരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ലബത്തിനെ കുറിച്ചോ അതിലിനെ കുറിച്ചോ പരാമർശിച്ചിട്ടില്ല. ഇനി ഈ ഹദീസ് ആരാണ് ഇതിന് ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു വരുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് എൻ്റെ ബഹുമാന്യനായ സഹോദരനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.